പി.വി. അൻവറിന്റെ കക്കാടം പൊയിലിലെ പാർക്കിൽ എന്തൊക്കെ പ്രവർത്തിപ്പിക്കാനാണ് അനുമതി നൽകിയതെന്ന് കൂടരഞ്ഞി പഞ്ചായത്തിനോട് ഹൈക്കോടതി. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് നിർദ്ദേശം. നിബന്ധനകൾ കൃത്യമായി പാലിക്കണമെന്ന് പഞ്ചായത്തിനോട് കോടതി. അതിനിടെ പാർക്കിന് കൂടരഞ്ഞി പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകി. ലൈസൻസ് ഫീ കുടിശ്ശികയും കെട്ടിട നികുതി കുടിശ്ശികയും അടച്ചതിനെ തുടർന്നാണ് അനുമതി. കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്തും കോഴിക്കോട് നിന്ന് മിഥില ബാലനും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം എസ് ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് കോടതിയുടെ നിർദ്ദേശം? കോടതി മുൻപാകെ ഇന്ന് കേസ് എത്തിയപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ലൈസൻസ് സംബന്ധിച്ച വിവരങ്ങൾ, വിശദാംശങ്ങൾ അറിയിക്കാൻ കോടതി ചൂണ്ടിക്കാട്ടി. അപ്പോൾ കൂടരഞ്ഞി പഞ്ചായത്ത് സെക്രട്ടറിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത് ഈ ലൈസൻസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തടിസ്ഥാനത്തിലാണ്, ഏത് ലൈസൻസ് ആണ് നൽകിയത് എന്നായി അടുത്ത ചോദ്യം. ആ ഘട്ടത്തിൽ പറഞ്ഞത് ഇവിടെ ഈ വിദ്യാർത്ഥികളുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്കിന് ഗാർഡൻ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ലൈസൻസ് ആണ് നൽകിയത് എന്ന മറുപടി നൽകുകയും ചെയ്തു. തന്നെ കോടതിയിൽ നിന്നും വീണ്ടും ചോദ്യങ്ങൾ എത്തുകയുണ്ടായി. അതായത് എന്തൊക്കെ പ്രവർത്തിപ്പിക്കാനാണ്, ഈ ഗാർഡൻ മാത്രമല്ല മറ്റു വേറെന്തെങ്കിലും പ്രവർത്തിപ്പിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ടോ? അക്കാര്യത്തിൽ കൃത്യമായ വിശദാംശം നൽകാൻ കോടതിയിൽ നിന്നും ആവശ്യമുണ്ടായി. പാർക്കിൽ എന്തൊക്കെ പ്രവർത്തിപ്പിക്കാനാണ് അനുമതി നൽകിയതെന്ന് സത്യവാങ്മൂലമായി നൽകണം. അതാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടരഞ്ഞി പഞ്ചായത്താണ് ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടത്. അതിൽ ഏതെങ്കിലും വിളിച്ചുകളിയോ മറ്റോ പാടില്ല എന്നുള്ള നിരീക്ഷണത്തോടെയാണ് ഈ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഹർജി അടുത്തയാഴ്ച പരിഗണിക്കും. ആ സമയത്ത് എന്ത് പ്രവർത്തിപ്പിക്കാനുള്ള അനുമതിയാണ് നൽകിയത് എന്ന് എഴുതി സത്യവാങ്മൂലം കോടതിയിൽ നൽകണം. ശരി, മിഥില ബാലനും ചേരുന്നു കോഴിക്കോട് നിന്ന്. മിഥില, ഈ ലൈസൻസിന്റെ കാര്യം കോടതി ചോദിച്ചതിന്റെ തൊട്ടു പിന്നാലെ പഞ്ചായത്ത് അതിവേഗത്തിൽ നടപടിയെടുക്കുന്നു, കുടിശ്ശിക വാങ്ങി ലൈസൻസ് പുതുക്കി നൽകുന്നു. എന്താണ് ഈ തിടുക്കത്തിന് പിന്നിൽ? മിഥില, കേൾക്കാമോ? കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഈ ലൈസൻസ് അടക്കമുള്ള വിശദാംശങ്ങൾ ചോദിച്ചത്. തൊട്ടു പിന്നാലെ അതിവേഗത്തിൽ ഈ കുടിശ്ശിക വാങ്ങി ലൈസൻസ് പുതുക്കി നൽകുന്നു കൂടരഞ്ഞി പഞ്ചായത്ത്. ഈ തിടുക്കപ്പെട്ട നീക്കത്തിന്റെ പിന്നിലെ താല്പര്യം എന്താണ്? വേണു, 2018 ഒരു മണ്ണിടിച്ചിലിനെ തുടർന്ന് ഈ പി.വി. അൻവറിന്റെ ഉടമസ്ഥയുള്ള ഈ പാർക്കിന്റെ പ്രവർത്തനാനുമതി ജില്ലാ കലക്ടർ അനുമതി നിഷേധിച്ചത്. തുടർന്ന് 2023 വീണ്ടും പ്രവർത്തനാനുമതി സർക്കാർ നൽകുന്നു. അതിനുശേഷം ഇങ്ങോട്ട് 2018 മുതൽ 2023 വരെയുള്ള കുടിശ്ശിക അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കുടിശ്ശിക അടയ്ക്കാത്തതും ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നുമാണ് പാർക്കിന് പ്രവർത്തനാനുമതി നൽകാത്തതെന്ന വിശദീകരണമാണ് കൂടരഞ്ഞി പഞ്ചായത്ത് നൽകുന്നത്. അതേസമയം വേണു ചോദിച്ച ചോദ്യം ഏറ്റവും പ്രസക്തമാണ്. കാരണം ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഒരു പരാമർശം ഉണ്ടാവുന്നു. എന്തുകൊണ്ട് ഈ പാർക്ക് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു, അതെങ്ങനെ പ്രവർത്തിച്ചു എന്ന ഒരു ചോദ്യമായിരുന്നു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് റിപ്പോർട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വളരെ വേഗത്തിൽ ഇത്തരത്തിൽ ഈ ഒരു കുടിശ്ശിക തീർത്തുകൊണ്ട് 7 ലക്ഷം രൂപയും ഒപ്പം തന്നെ ലൈസൻസ് ഫീ ഉണ്ടായിരുന്ന 6000 രൂപയും അടച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ഈ ഒരു പുതുക്കുന്ന ഒരു നടപടിയിലേക്ക് കൂടരഞ്ഞി പഞ്ചായത്ത് കടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിൽ കേസ് എടുക്കുന്ന ഒരു സാഹചര്യത്തിലാണോ വേഗത്തിലുള്ള ഒരു നടപടി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി, ഇതിൽ യാതൊരു തരത്തിലുള്ള തിടുക്കവുമില്ല, കോടതി കേസ് എടുത്തത് കൊണ്ടൊന്നുമല്ല, മറ്റ് അസ്വാഭാവികതയൊന്നും ഈ ഒരു സംഭവത്തിലില്ല. ഇപ്പോൾ കുടിശ്ശിക അടച്ചു, അതുകൊണ്ട് പാർക്കിന് പ്രവർത്തനാനുമതി നൽകുന്നു. അതേസമയം തന്നെ പാർക്കിന് പ്രവർത്തനാനുമതി നൽകുന്നു എന്ന് പറയുന്ന അതേസമയം തന്നെ ഇത്തരത്തിൽ കുട്ടികൾക്കുള്ള പാർക്ക് മാത്രമാണ് അവിടെ പ്രവർത്തനാനുമതി നൽകുന്നതെന്ന് എടുത്തു പറയുന്നുണ്ട്. കാരണം മറ്റ് റൈഡോ അല്ലെങ്കിൽ പൂളോ അത്തരം കാര്യങ്ങളൊന്നും, വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ ഉള്ള ഒരു വലിയ പാർക്കാണത്, അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും അവിടെ പ്രവർത്തിക്കില്ല. അതേസമയം കുട്ടികൾക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ പ്രവർത്തിക്കാനുള്ള പാർക്കുകൾ, അതായത് അവിടുത്തെ ഗാർഡൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും പ്രവർത്തിക്കുക എന്നും പഞ്ചായത്ത് സെക്രട്ടറി പറയുകയുണ്ടായി. എന്തുതന്നെയായാലും തിടുക്കപ്പെട്ടുള്ള പഞ്ചായത്തിന്റെ ഒരു നീക്കത്തിന് പിന്നിൽ മറ്റ് ചില മാനങ്ങൾ കൂടി കാണേണ്ടിയിരിക്കുന്നു. മിഥില ബാലനും എസ് ശ്രീകാന്തുമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.